നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ ഏപ്രിൽ 14 വരെ നീട്ടാനുള്ള സർക്കാരിന്റെ അഭ്യർത്ഥന സെനറ്റ് വിദേശകാര്യ പ്രതിരോധ കമ്മിറ്റി അംഗീകരിച്ചു. ഇറാനെതിരെ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 28-നാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 25 ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ രാജ്യത്ത് പലയിടത്തും പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ മിസൈൽ പതിച്ചത് ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണ്. ഇതേ തുടർന്നാണ് അടിയന്തരാവസ്ഥ നീട്ടാൻ പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ആവശ്യപ്പെട്ടത്. അതിനിടെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയേക്കാൾ ഇറാന് മേൽക്കൈ ലഭിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ SIS മുൻ മേധാവി സർ അലക്സ് യങ് രംഗത്തെത്തിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര പരാജയങ്ങൾ ഇറാൻ മുതലെടുത്തതായും അദ്ദേഹം നിരീക്ഷിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് അടിയന്തര പ്രാധാന്യം നൽകിയെങ്കിലും ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് പാർലമെന്ററി സമിതിയും മുന്നറിയിപ്പ് നൽകി. 2014 മുതൽ 2020 വരെ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ M16ന്റെ തലവനായിരുന്നു സർ അലക്സ് യങ്. ദി എക്കണോമിസ്റ്റിന് നൽകിയ ആഭിമുഖ്യത്തിലാണ് ഈ വിലയിരുത്തൽ നടത്തിയത്. ഇറാന്റെ കരുത്തിനെ അമേരിക്ക കുറച്ചു കാണിച്ചുവെന്ന് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ മേഖലയിലെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നഷ്ടമായെന്നും അലക്സ് വിശദീകരിച്ചു. സൈനിക ശേഷി വികേന്ദ്രീകരിച്ചും അധികാരം വിഭജിച്ചും നൽകിയ ഇറാന് കൂടുതൽ കരുത്താർജിച്ചു. ഇന്ധന വിപണിയെ സ്വാധീനിച്ച് സംഘർഷത്തെ ആഗോളവൽക്കരിക്കാൻ ഇറാന് സാധിച്ചുവെന്ന് അലക്സ് വിലയിരുത്തി. ഇത് അമേരിക്കയ്ക്ക് മേൽ നേരിട്ടുള്ള സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താൻ അവരെ സഹായിച്ചു. ഇറാന് ഇത് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഐച്ഛികമായ യുദ്ധം മാത്രമാണ്. ഈ തിരിച്ചറിവാണ് ഇറാന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്ന് സർ അലക്സ് വ്യക്തമാക്കി. ഇറാന് മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ സൈനിക സജ്ജീകരണങ്ങളിൽ പ്രതിരോധ സെലക്ട് കമ്മിറ്റി ചെയർമാൻ തൻഡേസി ആശങ്ക പ്രകടിപ്പിച്ചു. പ്രതിരോധവും സുരക്ഷയും ഗൗരവമായി കണ്ടില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇറാന് ചുറ്റും ട്രംപ് സൈനിക വിന്യാസം നടത്തുമ്പോൾ ഒരൊറ്റ റോയൽ നേവി കപ്പൽ പോലും വിട്ടു നൽകാൻ ബ്രിട്ടന് സാധിക്കാത്തത് നാണക്കേടാണെന്ന് തൻഡേസി പറഞ്ഞു. പ്രതിരോധ മേഖലയ്ക്കായി GDPയുടെ 3.5% തുക മാറ്റിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ ബ്രിട്ടീഷ് അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾ പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.